വനംവകുപ്പിന്റെ സജീവ ജോലിയിൽ നിന്ന് വിരമിച്ച മണിയൻ എന്ന ആന വയറു നിറച്ചുണ്ടിട്ട് 6 മാസം പിന്നിടുന്നു. മണിയൻ മാത്രമല്ല, താൽക്കാലിക പാപ്പാൻ ഷാജിയും ഇതേ അവസ്ഥയിലാണ്. ഷാജിക്ക് ശമ്പളം കിട്ടിയിട്ടും മാസം 6 കഴിഞ്ഞു. ഇതുവരെ ജോലിയിൽ നിന്ന് പുറത്താക്കും എന്ന് ഭയന്നാണ് വനപാലകരോട് പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ ആ ഭയമില്ല. ജോലി ഉണ്ടായിട്ടും പട്ടിണി കിടക്കുന്നതിനേക്കാൾ ഭേദം ഇല്ലാതെ പട്ടിണിയിലാകുന്നതാണ്. 13 വയസ്സിൽ ആര്യങ്കാവിൽ ആനപ്പണിയുമായി എത്തിയതാണ് ഷാജി. ഓണം വന്നപ്പോഴും ഷാജിയുടെ വീട്ടിലെ അടുപ്പ് പുകയാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വന്നു. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലമാണ് ശമ്പളം ലഭിക്കാത്തത് എന്ന് ഷാജി പറയുന്നു. 5 മാസമായി ശമ്പളം കിട്ടിയിട്ട്, ഓണത്തിന് പോലും കിട്ടിയില്ല. മാർച്ച് കിട്ടിയതാണ്. അത് കഴിഞ്ഞ് അത് പോഷകത്തിൻ്റെ കുഴപ്പമാണെന്നോ ആഫീസിലെ കുഴപ്പമാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാൻ 13 വയസ്സിൽ ആര്യങ്കാവിൽ സർക്കാരിനുള്ള ജോലി ചെയ്യാൻ നിൽക്കുന്ന, ഇതുവരെ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അത് പോഷകത്തിൻ്റെ ആണെന്നോ ആഫീസിലെ ഇതാണെന്ന് കൃത്യമായിട്ട് അറിയത്തില്ല. ഞാനിത് റേഞ്ചർ സാധനത്തോടും പറഞ്ഞായിരുന്നു, ഓണത്തിന് കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ പോഷകം പറയുന്നത് റേഷൻ അവിടെ കൊണ്ട് വെച്ച് 3 ദിവസം 4 ദിവസം കൂടിയിരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി എന്നാണ് പറയുന്നത്. ഇത് അവർ വന്ന് ചോദിക്കുന്നുണ്ട്, റേഷൻ അവിടെ ഇരിപ്പുണ്ട്, കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തത്. അങ്ങനെ പോഷകവും, അതായത് ഈ ആനയുടെ ചാർജ് നോക്കുന്ന ഇതിൻ്റെ പ്രമാണി ആനക്കാരൻ തങ്കച്ചനും പറയുന്നത് എങ്ങനെ, ആനയെ കണ്ടവനെ കനപ്പിച്ചിട്ട് ഞാനിതിനെ ഇതുണ്ടായിട്ടാണ് ഞാനും ഇതിൻ്റെ കൂടെ ജോലിക്ക് ഇന്ന് വരെ വന്നിട്ടുള്ളത്. ഈ ഒരു മുതലില്ലെങ്കിൽ ഇവിടെ നിന്നല്ല, ഇവിടെ ആയാലും ഇങ്ങനൊരു ആന ഉണ്ടായിട്ടാണ് ഞാൻ ആനപ്പണിയാണ് പഠിച്ചിട്ടുള്ളത്. ഇതുണ്ടായിട്ടാണ് ഞാനും വന്ന് 10 ദിവസമെങ്കിലും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. ആനയും അർദ്ധപട്ടിണിയിൽ തുടരുകയാണ്. ആനയ്ക്ക് ദിനംപ്രതി നൽകേണ്ട റേഷനും വനപാലകർ വെട്ടിക്കുറച്ചു. ഏതെങ്കിലും മുതിർന്ന ഉദ്യോഗസ്ഥർ സന്ദർശനത്തിനെത്തിയാൽ മാത്രമേ ആനയ്ക്ക് റേഷൻ നൽകാവൂ എന്നാണ് വനപാലകരുടെ നിർദ്ദേശമത്രേ. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.